അസ്സലാമു അലൈക്കും. തിരുവനന്തപുരം നിയമസഭയ്ക്കുള്ളിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഘോഷങ്ങളിലെ ഒരു പാട്ടും ഒരു ഡാൻസുമാണ് ആദ്യമായി നിങ്ങൾ കണ്ടത്. അതിൽ നമ്മുടെ ജുനൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരും എല്ലാം അണിനിരക്കുന്ന വളരെ നല്ല ഒരു ഡാൻസും ഒരു പാട്ടുമാണ് ഈ വീഡിയോയിലെ ആദ്യം തന്നെ നിങ്ങൾ വീക്ഷിച്ചത്. അപ്പോൾ എന്ത് മൂഡ്, ഓണം മൂഡ് എന്ന് പറയുന്ന ഒരു പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മലയാളിക്കാരെ മൊത്തം വൈറലായിരിക്കുകയാണ്. ആ പാട്ടും ഡാൻസും തന്നെയാണ് ഈ ഓണം കൊണ്ട് എല്ലാവരും ആഘോഷിച്ച് വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ജുനൈസും അതുപോലെ തന്നെ കൂട്ടുകാരും ഒട്ടും വിഭിന്നമല്ല. ആ ഒരു പാട്ടും ഡാൻസും തന്നെയാണ് അവരും തിരഞ്ഞെടുത്തത്. അവർ ഡാൻസ് കളിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, അതുപോലെ തന്നെ ആടി തിമിർത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ജുനൈസ് എന്ന് പറയുന്ന വ്യക്തി ഡാൻസ് ചെയ്യുന്ന ആ ഓണം മൂഡ് എന്ന് പറയുന്ന പാട്ടിൻ്റെ അതേ സമയത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ്. അത് പെട്ടെന്ന് ഒരു മരണ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ആ ഡാൻസ് മുയിമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനും അവരുടെ കൂട്ടുകാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് കാണുന്ന എല്ലാവരും തെറ്റിദ്ധരിച്ചു. അവരെല്ലാം വിചാരിച്ചത് ഈ ഡാൻസിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും പ്രത്യേക പരിപാടിയോ മറ്റോ ആയിരിക്കുമെന്ന് വിചാരിച്ച് ആദ്യം അവരുടെ സുഹൃത്തുക്കളും സഹോദരിമാരും നൃത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷവും ജുനൈസ് യാതൊരു അനക്കവും കാണിക്കാതെ ആയപ്പോൾ അവർക്കൊരു സംശയം തോന്നുകയും അവർ ജുനൈസിനെ തട്ടി വിളിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഒരാളാണ് മരണമെന്ന് എൻ്റെ പല വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ആ മരണത്തിന് കീഴടങ്ങുന്ന രംഗമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നുകൂടി ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എത്ര സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് മരണം എന്ന് പറയുന്ന ആ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ജുനൈസ് നടന്നു നീങ്ങിയത് എന്നുള്ളതാണ്. വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. ജുനൈസിനെ കുറിച്ച് ആർക്കും തന്നെ മോശമായിട്ട് ഒരു അഭിപ്രായവും പറയാനില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇതിൻ്റെ മുന്നേ നമ്മുടെ MLA ആയ PV അൻവറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നിയമസഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ്. അതുപോലെ അവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാവരും ആ നിയമസഭയിൽ തന്നെ വർക്ക് ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളം മൊത്തം ഓണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതും. ഈ ജുനൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വയനാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ വയനാട് സ്വദേശത്തുള്ള സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജന്മം കൊണ്ടത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇതിൻ്റെ മുന്നേ നമ്മുടെ മുൻ MLA ആയ PV അൻവറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ MLA ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം. MLA ആയിരിക്കെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ജുനൈസ് ഇന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. ജുനൈസിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് PV അൻവർ. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞിരുന്നു. പൈസക്കാരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നിയമസഭാ ഉദ്യോഗസ്ഥനെന്നോ MLA എന്നോ മന്ത്രിയെന്നോ യാതൊരു വകഭേദവുമില്ലാതെ നമ്മുടെ എല്ലാവരെയും ഈ മരണം എന്ന് പറയുന്ന സത്യം ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഈ ഓണാഘോഷ പരിപാടി ആയാലും മറ്റേതെങ്കിലും പരിപാടി ആയാലും അതൊന്നും അതിന് യാതൊരു തടസ്സവുമാവുകയില്ല എന്നുള്ളതാണ്. ജുനൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏകദേശം 46 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ ജുനൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പരലോക ജീവിതം പടച്ചവൻ സുഖപ്രദമാക്കി കൊടുക്കട്ടെ. ഈ ജീവിതത്തിൽ അദ്ദേഹത്തിന്
എന്തെങ്കിലും പാകപ്പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതകളും അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളും ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയാവുകയുള്ളൂ എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക തന്നെ വേണം. പരിപാടികളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും എല്ലാം നമുക്ക് ആവാം, പക്ഷേ അതൊരു പരിധിക്കുള്ളിൽ നിന്ന് നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയും വേണം. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.